എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് മേഖലയിലെ വ്യോമഗതാഗതം താറുമാറായിരിക്കുകയാണ്. കേരളത്തിൽ നിന്ന് പുറപ്പെടേണ്ട നിരവധി വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. റദ്ദാക്കിയ വിമാനങ്ങളുടെ പട്ടിക നമുക്ക് വിശദമായി തന്നെ ഇപ്പോൾ കാണാം. കൂടുതൽ വിവരങ്ങളുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അബ്ദുൾ റഹീം, അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ, തിരുവനന്തപുരത്ത് നിന്ന് സനിസ, ഇവർ മൂന്നുപേരും വിവരങ്ങളുമായി ചേരുകയാണ്. ഇവർ മൂന്നുപേരിലേക്ക് നമുക്ക് പോകാം. ആദ്യം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും അബ്ദുൾ റഹീമാണ് ചേരുന്നത്. റഹീം, എയർ ഇന്ത്യയുടെ അടക്കം വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട്. യാത്രക്കാരെല്ലാം വലിയ തരത്തിൽ ആശങ്കയിലും അനിശ്ചിതത്വത്തിലുമായിരിക്കും ഈ ഒരു സമയത്ത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് വരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ വിമാനങ്ങൾ കൂടി റദ്ദാക്കി എന്ന് പറയുന്നത്. മുൻകൂട്ടി തയ്യാറാക്കിയ യാത്രകളൊക്കെ ആയിരിക്കും ഈ ഒരു സമയത്ത്. അപ്പോൾ യാത്രക്കാരുടെയൊക്കെ പ്രതികരണം ഏത് രീതിയിലാണ്? ഏതെല്ലാം വിമാനങ്ങളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്? സ്വാതി, പലരും ഈ എയർപോർട്ടിലേക്ക് എത്തിയതിനു ശേഷമാണ് വിമാനം റദ്ദാക്കിയ വിവരങ്ങൾ അറിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് പോകേണ്ട ഏകദേശം 13ഓളം വിമാനങ്ങൾ റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഏറ്റവും ഒടുവിൽ റദ്ദാക്കിയതായിട്ടുള്ളത് 2:45 കുവൈറ്റിലേക്ക് പുറപ്പെടേണ്ട ജസീറ എയർവേസിന്റെ വിമാനം ഇതിനോടകം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. കൂടാതെ 7:25 ഷാർജയിലേക്ക് പോകാനുള്ള എയർ അറേബ്യ വിമാനം റദ്ദാക്കിയിട്ടുണ്ട്. കൂടാതെ അതോടൊപ്പം തന്നെ എയർ അറേബ്യയുടെ തന്നെ 9:35 പോകേണ്ട എയർ അറേബ്യ വിമാനവും ഇതിനോടകം തന്നെ റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ചേച്ചി, എങ്ങോട്ടാ പോകുന്നത്? അബുദാബിക്ക് പോകാനായിരുന്നു, പക്ഷേ ഇപ്പൊ ഇങ്ങനെ ഇവിടെ വന്നപ്പോഴല്ലേ വിവരങ്ങൾ അറിയുന്നത്. വിമാനം റദ്ദാക്കി അല്ലേ? ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യണം എന്നറിയാണ്ട് നിൽക്കുകയാണ്. എവിടുന്നാ വരുന്നത്? ഞങ്ങള് ചങ്ങനാശ്ശേരി. ഇവിടെ എത്തിയതിനു ശേഷമാണോ പറഞ്ഞത്? ഇവിടെ ഞങ്ങള് മൂവാറ്റുപുഴ വന്നപ്പോഴത്തേക്കാണ് മെസ്സേജ് വന്നത്. മെസ്സേജ് ചെയ്യാൻ സൗദി അങ്ങനെയാണ്. അതായത് പലരും ഇങ്ങോട്ടേക്കൊക്കെ എത്തിയതിനു ശേഷമാണ് ഈ വിമാനം റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ അറിയുന്നത്. ചേട്ടാ, എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാ? അബുദാബി. വിമാനം റദ്ദാക്കിയോ? റദ്ദാക്കുന്ന ഇപ്പൊ ഇത് കാണിക്കുന്നു. 9:25 എയർ അറേബ്യ ആണ്. അതെ, ക്യാൻസൽഡ് ആണ്. അതെ. എപ്പോ എത്തിയത്? എങ്ങോട്ട്? ഇപ്പൊ വന്നേ ഉള്ളൂ. എവിടുന്നാ വരുന്നത്? ചങ്ങനാശ്ശേരി. അതെ. ജോലി ആവശ്യത്തിന് പോകുന്നതാണോ? അതെ, ജോലി ആവശ്യത്തിന്. അതെ. അതാണ്, ജോലി ആവശ്യത്തിന് പോകാൻ ഇങ്ങോട്ടേക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയതാണ്. പക്ഷേ ഇപ്പോഴാണ് എത്തിയപ്പോഴാണ് വിമാനം റദ്ദാക്കിയ വിവരം അറിയുന്നത്. അങ്ങനെ നിരവധി ആളുകളുണ്ട്. കാരണം രാജ്യത്തിന്റെ ഇവിടെ നിന്ന്, കൊച്ചിയിൽ നിന്ന് വിവിധ മേഖലകളിലേക്ക് പോകുന്ന ആളുകളുണ്ട്. ചേട്ടാ, എങ്ങോട്ട് പോകുന്നത്? അബുദാബി. ഏത് ഫ്ലൈറ്റ്? റദ്ദാക്കി. തീർച്ചയായിട്ടും റദ്ദാക്കി. 2 ദിവസത്തേക്ക് വന്നതാണ് ഒരു മരണാന്തര ചടങ്ങിന് വേണ്ടിയിട്ട്. പക്ഷെ ഇന്നിപ്പോ ഇവിടെ അങ്കമാലി എത്തിയപ്പോഴാണ് നമുക്ക് മെസ്സേജ് വരെ വന്നത് ക്യാൻസലായെന്ന് പറയുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നാളെ ജോലിക്ക് കയറേണ്ടതാണ്. എന്താ ഇവിടെ സംസാരിച്ചിരുന്നോ? ഞാൻ സംസാരിച്ചിരുന്നു. അപ്പൊ ഞാനിപ്പോ കയറാൻ നോക്കിയപ്പോ അവിടെ നിന്ന് മറ്റേ ആർമി ഫോഴ്സ് പറഞ്ഞു എൻട്രി ഇല്ല. പിന്നെ ഇവിടെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ ഈ ടിക്കറ്റ് എന്നാണ് എയർ സ്പേസ് ഓപ്പൺ ചെയ്യുന്നത്, അത് കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ ഈ സെയിം ടിക്കറ്റ് ചേഞ്ച് ചെയ്തിട്ട് ട്രാവൽ ചെയ്യാമെന്നാണ് പറയുന്നത്. അതിൽ കൂടുതലൊരു ഇൻഫർമേഷൻസും ഇല്ല. അപ്പൊ എന്നാണോ എയർ സ്പേസ് ഓപ്പൺ ചെയ്യുന്നത് അതനുസരിച്ചിരിക്കും എന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞത്. ഇപ്പൊ തൽക്കാലം ഇത്ര വരെയാണ് ഇൻഫർമേഷൻസ് ഉള്ളൂ. അത് തന്നെയാണ്. അതായത് ഇവിടെ എത്തിയതിനു ശേഷമാണ് പലരും ഇത്തരത്തിൽ വിമാനം റദ്ദാക്കിയ കാര്യങ്ങളൊക്കെ അറിയുന്നത്. എങ്ങോട്ടാ പോകുന്നത്? ബ്രദറാണ്. എങ്ങോട്ടാ പോകുന്നത്? കാനഡ. ഫ്ലൈറ്റ് ഉണ്ടോ അതോ ക്യാൻസൽ ചെയ്തോ? ഇനി ഷെഡ്യൂളിലാണ്, ഇനി ഒന്നും എത്തിയിട്ടില്ല. എത്ര മണിക്കായിരുന്നു ഫ്ലൈറ്റ്? 10:50 ഈവനിങ് ആണ്. നൈറ്റ്. നിലവിൽ ഇപ്പോഴും ഷെഡ്യൂളാണ് കാണിക്കുന്നത് അല്ലേ? ക്യാൻസൽ. ഏതാ ഫ്ലൈറ്റ്? ഏതാ അറിയില്ല, ബ്രദറിനെ അറിയുള്ളൂ. കാനഡയിലേക്കുള്ള ഏതാണ്? സൗദി എയർലൈൻസ് 5:15 പോകുന്നത് ക്യാൻസലായി. ഇനി 8:15 ഉണ്ട്. അതിന്റെ വിവരം കറക്റ്റായിട്ട് അറിയില്ല. അത് നേരെ UK പോകുന്നതാണ്, സൗദി ചെന്നിട്ട്. എങ്ങനെയാണെന്ന് അറിയില്ല, വിവരം കിട്ടിയിട്ടില്ല. ഇവിടെ എത്തിയതിനു ശേഷമാണോ അറിഞ്ഞത്? ഞങ്ങളിവിടെ വന്നപ്പോഴാണ് അറിയണത്. അതാണ്. നിലവിൽ നിരവധി ആളുകളൊക്കെ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. കാരണം പലരുടെയും ആശങ്ക, കാരണം ജോലിക്കടക്കം പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരൊക്കെ ഇവിടെ എത്തിയതിനു ശേഷമാണ് ഇങ്ങനെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ടുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാ? സൗദിയിലേക്ക്. നിലവിൽ ഫ്ലൈറ്റ് ഉണ്ടോ? കേറിക്കോളാൻ പറഞ്ഞ് അറിയില്ല. ഫ്ലൈറ്റ് ഏതാ? സൗദി തന്നെ, സൗദി എയർലൈൻസ്. പോയി നോക്കണേ, ഇനി എന്താന്ന് വെച്ചാൽ തീരുമാനം നോക്കിയിട്ട് പറയാം.
സൗദി എയർലൈൻസിന്റെ വിമാനം സൗദിയ വിമാനം നിലവിൽ ഉണ്ടെന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ ഇതിനടുത്ത് നമുക്ക് കൊച്ചിയിൽ നിന്ന് പറയാൻ കഴിയുന്ന അനുസരിച്ചാണെങ്കിൽ ഏകദേശം 13ഓളം വിമാനങ്ങൾ ഇതിനോടകം കൊച്ചിയിൽ നിന്ന് മാത്രം റദ്ദാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും യുദ്ധ പശ്ചാത്തലം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ വിവിധ ഇടങ്ങളിലേക്കുള്ള വിമാനങ്ങളൊക്കെ തന്നെയും റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. കൂടാതെ പ്രധാനമായും ഈ GCC രാജ്യങ്ങളിലേക്ക് പോകുന്ന വിമാനങ്ങളാണ്. ചേട്ടാ എങ്ങോട്ടാണ് പോകുന്നത്? അടുത്ത മോളിൽ. ഓക്കെ. ഏതായാലും നിരവധി സ്ഥലങ്ങളിലേക്ക് പോകുന്ന വിമാനങ്ങൾ ഇതിനോടകം തന്നെ റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും ആകാശ എയർവേസിന്റെ ജിദ്ദയിലേക്കുള്ള വിമാനം ഇതിനോടകം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ ദുബായിലേക്ക് പോകുന്ന ഇൻഡിഗോ വിമാനം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ ദോഹയിലേക്കുള്ള വിമാനം ഇതിനോടകം തന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കൂടാതെ ബഹ്റൈനിലേക്ക് പോകുന്ന എയർ ഇന്ത്യയുടെ വിമാനം ഇതിനോടകം റദ്ദാക്കി കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ നിരവധി വിമാനങ്ങൾ, അതായത് സമാനമായിട്ടുള്ള സാഹചര്യമാണ് മറ്റ് വിമാനത്താവളങ്ങളിലും ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. നിഖിൽ, അവിടുത്തെ സാഹചര്യവും സമാനമാണ് എന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് തന്നെയാണ് ഈ ഒരു യുദ്ധം പുറപ്പാടൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആകും ഇത്തരത്തിൽ പെട്ടെന്ന് ഈ വിമാന സർവീസുകളൊക്കെ റദ്ദാക്കുകയും അതിലുള്ള അനിശ്ചിതത്വം ഒക്കെ ഉണ്ടാകുകയും ചെയ്യുന്നത്. അവിടെയും നിരവധി യാത്രക്കാർ ഇത്തരത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണോ? അവർക്ക് ആശങ്കയുണ്ടോ? അവരുടെ പ്രതികരണം ഏത് രീതിയിലാണ്? കണ്ണൂരിൽ നിന്ന് ഏതായാലും 4 സർവീസുകളാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഉണ്ടായിരുന്നത്. ആ 4 സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഇൻഡിഗോയുടെ 6E1325 കണ്ണൂർ ദോഹ വിമാനം 3:40 പുറപ്പെടേണ്ടതായിരുന്നു, അത് റദ്ദാക്കിയിട്ടുണ്ട്. എയർ ഇന്ത്യയുടെ IX773 കണ്ണൂർ ദോഹ വിമാനം 7:15 പുറപ്പെടേണ്ടതാണ്, അതും റദ്ദാക്കിയ പട്ടികയിലാണ് ഉള്ളത്. മറ്റൊന്ന് ഇൻഡിഗോയുടെ 6E1530 കണ്ണൂർ ഫുജൈറ വിമാനം 7:25 കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ടതായിരുന്നു, അത് റദ്ദാക്കിയിട്ടുണ്ട്. ഒപ്പം എയർ ഇന്ത്യയുടെ IX745 ഷാർജ വിമാനം 9:30 രാത്രി 9:30 കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ടതായിരുന്നു, അതും റദ്ദാക്കിയ കൂട്ടത്തിലുള്ളവയാണ്. കണ്ണൂരിലേക്കുള്ള 2 സർവീസുകളാണ് നിലവിൽ റദ്ദായിരിക്കുന്നത്. അത് എയർ ഇന്ത്യ IX748 ദുബായിൽ നിന്ന് വരുന്ന ഒരു വിമാനവും ഒപ്പം തന്നെ ഇൻഡിഗോ 6E1434 അബുദാബിയിൽ നിന്നുള്ള വിമാനവുമാണ്. ഇത്തരത്തിൽ കണ്ണൂരിൽ നിന്ന് ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കണ്ണൂരിലേക്കുമുള്ള വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. കണ്ണൂരിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, ആ ബുക്ക് ചെയ്ത യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടിലേക്കാണ് പോയത്. പക്ഷേ ഈ 3:40 മുതലുള്ള ഫ്ലൈറ്റുകൾ റദ്ദാക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ തന്നെ കൂടുതൽ ആളുകൾ അങ്ങോട്ട് യാത്രക്കാർ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. നേരത്തെ തന്നെ ആളുകൾക്ക് വിവരം ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. ഏതായാലും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കൃത്യമായ വിവരങ്ങൾ ഈ കിയാലിൻ്റെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. യാത്രക്കാർ തീർച്ചയായും അത് പരിശോധിച്ച് ഉറപ്പിക്കേണ്ട ഒരു കാര്യം കൂടി അവർ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി നിഖിൽ, കണ്ണൂരിൽ അത്തരത്തിലാണ് 4 വിമാനങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാനുണ്ടായിരുന്നത്, അതെല്ലാം റദ്ദാക്കി എന്നുള്ളതാണ്. ഇനി തിരുവനന്തപുരത്ത് നിന്നും സനിസ കൂടി ചേരുകയാണ്. സനിസ, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഇതേ സമാനമായ സാഹചര്യമാണോ? വിമാനങ്ങളൊക്കെ റദ്ദാക്കേണ്ട ഒരു സാഹചര്യം റദ്ദാക്കിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ വിമാനങ്ങളാണ് റദ്ദാക്കിയത്? യാത്രക്കാർ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലാണോ അവിടെ? സ്വാതി, 3 വിമാനങ്ങളാണ് റദ്ദാക്കിയത്. 5:15 പുറപ്പെടേണ്ട തിരുവനന്തപുരം ദോഹ വിമാനം റദ്ദാക്കി. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിമാനമാണ് റദ്ദാക്കിയത്. തിരുവനന്തപുരം ദുബായ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനവും റദ്ദാക്കിയിട്ടുണ്ട്. 6 മണിക്കുള്ളതായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും അബുദാബിയിലേക്ക് പോയ എയർ അറേബ്യ വിമാനം തിരുവനന്തപുരത്തേക്ക് തന്നെ തിരികെ വിളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിൽ യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കി എന്ന് തന്നെ പറയാം. എപ്പോൾ ഇനി തിരിച്ചു പോകാൻ കഴിയുമെന്ന കാര്യത്തിൽ ഉറപ്പില്ലാതെയാണ് ഈ വിമാനം തിരികെ വന്ന വിമാനത്തിലുള്ളവരടക്കം ഇവിടെ കുടുങ്ങിയ ഒരു സ്ഥിതിയായിരുന്നു. മറ്റ് ഈ തിരുവനന്തപുരത്തിന്റെ തൊട്ടടുത്തുള്ള ജില്ലകളിൽ നിന്നുമൊക്കെ വന്ന യാത്രക്കാർ അതിലുണ്ടായിരുന്നു. ഈ വ്യോമപാതകൾ കൂടുതലായും അമേരിക്കൻ ബേസുകളുള്ള GCC രാജ്യങ്ങളിലെ വ്യോമപാതകളാണ് അടച്ചിരിക്കുന്നത്. അവിടേക്ക് പോകുന്ന വിമാനങ്ങൾ ഇനിയും റദ്ദ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. എയർപോർട്ട് അഡ്വൈസറി ഇതിന്റെ മുന്നറിയിപ്പ്, റദ്ദ് ചെയ്യുന്ന വിമാനങ്ങളുടെ മുന്നറിയിപ്പ് അവർക്ക് നൽകിയിരുന്നു. എന്നാൽ അതിനു മുൻപേ തന്നെ ആളുകൾ വിമാനത്താവളത്തിലേക്ക് എത്തിയ ഒരു സ്ഥിതിയായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കൂടാതെ പലരും ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് ഇന്നേ ഡേറ്റിന് അവിടെ എത്തേണ്ടതാണ്. എന്നാൽ എത്താൻ കഴിയാത്തൊരവസ്ഥ, ഈ സംഘർഷാവസ്ഥ എന്ന് കഴിയുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പും പറയാൻ കഴിയില്ല. നിലവിൽ നേരത്തെ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ 7 ദിവസത്തിന് ശേഷം ഈ യുദ്ധം എങ്ങനെ അവസാനിച്ചതിന് ശേഷം 7 ദിവസത്തിന് ശേഷമായിരിക്കും അവരുടെ നെക്സ്റ്റ് ഷെഡ്യൂൾ ആവുക. അതുവരെ കാത്തിരിക്കേണ്ട
ഒരു സാഹചര്യമാണ്. ഈ സംഘർഷാവസ്ഥ ഇതേപടി തുടരുകയാണെങ്കിൽ എന്ന് പോകാൻ കഴിയുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല. കാരണം അമേരിക്കൻ ബേസുകളിൽ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമാണ്, പ്രതിരോധം എന്നോണം ഈ ഒരു ആക്രമണം തുടരുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇനി എന്ന് തിരികെ പോകാൻ കഴിയും, ജോലിക്ക് കയറാൻ കഴിയുമെന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ലാതെ ആകെ അന്താളിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെയാണ് നമുക്ക് വിമാനത്താവളത്തിലൊക്കെ കാണാൻ കഴിയുന്നത്. വലിയൊരു പ്രതിസന്ധി തന്നെയാണെന്ന് പറയാം. സ്വാതി. ശരി സനിസ, 3 വിമാനത്താവളങ്ങളിൽ നിന്നുമുള്ള വിവരമാണ്. പല വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. യാത്രക്കാരൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. നേരത്തെ നിഖിൽ അടക്കം സൂചിപ്പിച്ചതുപോലെ ഓരോരോ വിമാനത്താവളങ്ങളുടെയും അതായത് വെബ്സൈറ്റുകളിൽ ഈ വിവരമൊക്കെ ലഭ്യമാണ്. യാത്രക്കാർ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് അതെല്ലാം പരിശോധിച്ച് യാത്രയ്ക്കായി പുറപ്പെടുക എന്നുള്ളതാണ് ഈ സമയത്ത് ചെയ്യാൻ സാധിക്കുന്നത്.